അപ്പോൾ ഞങ്ങളിന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അനീച്ചാരി തന്നെ. അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം ഇതിനൊക്കെ മീൻപിടുത്തം കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവനുമായിട്ടുള്ള പരിപാടിയാണ്. അപ്പം സമയം ഒരു 4:30-5 മണിയൊക്കെ ആറായി. അപ്പം ഞങ്ങൾ കണ്ട പതിയെ വെള്ളത്തെ കണ്ടല്ലോ, നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളെല്ലാം സെറ്റാണ്. പതിയെ തുഴഞ്ഞ് നമ്മൾ കണ്ട ഇവിടേക്കാണ് ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. കണ്ടല്ലോ, അത്യാവശ്യം പോളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ കയറിയുന്നുള്ളൂ, അവനാണ് ഇന്ന് വള്ളം പിടിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാസ്റ്റിങ്ങിലോട്ട് തുടങ്ങുകയാണോ ചാമരെ? ഈ ഏത് ലൂറെന്നൊന്നും പറയുന്നില്ല, എല്ലാം നമുക്ക് മീനടിച്ചിട്ട് ബാക്കി പറഞ്ഞു തരുന്നതായിരിക്കും. നല്ല കട്ട വെയിലാണ്. അപ്പം നമ്മൾ പതിയെ കാസ്റ്റിംഗ് തുടങ്ങുകയാണ്. ഈ സൈഡൊക്കെ ചേർന്ന് നമുക്ക് അടിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് ലൈക്ക് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമ്മൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ വല ഇട്ടിരിക്കുക, നമ്മളിവിടെ എറിയുന്ന സ്ഥലമായിരുന്നു. അപ്പം കാസ്റ്റിങ് നമ്മൾ തുടങ്ങുകയാണ്. ഇതുപോലുള്ള പുല്ലിൻ്റെ സൈഡിലൊക്കെ ലവന്മാർ നിൽക്കേണ്ടതാണ്. വാഹ ചേർമീൻ, വരാൽ പിന്നെ ആറ്റി കാണാൻ ചാൻസ് കുറവാണ്. വരാൽ വല്ല കുഞ്ഞു കുഞ്ഞു ചാലോ കാണത്തില്ല. എടാ സൈഡിൽ നിന്ന് ഇടണേ. നല്ല ആക്ഷനാണ് ഇതിൻ്റെ ഫ്രോഗിൻ്റെ. വള്ളത്തെ പോയി അടിച്ചാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം തന്നെ ഇത് കണ്ടോ, കരയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടം വരെ ഒന്നും വരത്തില്ല. ഈ സൈഡൊക്കെ ചേർത്ത് നമുക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഒരു വാഹ അടിക്കണം. പവർ ഇവിടെ നല്ല കാറ്റുണ്ട്. കാറ്റ് നിന്ന് കേട്ടോ, അത്രക്കില്ല കാറ്റ്.
പൈസ സാധനമായിരുന്നാ കേട്ടോ. പെട്ടെന്ന് എല്ലാം അങ്ങ് പോവോ? പൈസ കാരണമായിരുന്നു. രണ്ടാമതൊന്നും അടിച്ചേ, പക്ഷെ ഏറ്റില്ല. അവിടെ വരുന്നുണ്ട്. പിന്നെ സംഭവം അകത്തങ്ങ് കയറി അങ്ങ് നിൽക്കുക കേട്ടോ. അവിടെ വാഹേ വാഹേ വരുതാ. ഇതൊരു പഠിക്കാൻ സാധ്യതയുണ്ട്. അതകത്ത് തന്നെ കേട്ടോ, അകത്ത് തന്നെ. ഓനെ മീനടിച്ചിരിക്കുകയാണ്. ഓനെ മീനടിച്ചിരിക്കുകയാണ്. ഓനെ ഇത്ര നേരം ഞങ്ങളായിട്ട് കളിപ്പിക്കായിരുന്നു. എത്ര നേരമായെന്നും പറഞ്ഞു പോയ. ഇല്ല കുഴപ്പമില്ല, നല്ലത്. നല്ല ഉണ്ട്, നല്ലോണം കേറിട്ടുണ്ട്. ഫ്രണ്ട് കയറി കിടക്കും കേട്ടോ. നല്ലോണം കേറിട്ടുണ്ട്. തുളഞ്ഞിറങ്ങിയിട്ടില്ലെന്താ തോന്നുന്നത്. ഇല്ലില്ല, സീനില്ല, കുഴപ്പമില്ല. നല്ലൊരു മീനടിച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് പോയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഓക്കെ പതുക്കെ എൻ്റെ കളി അങ്ങനെ നിന്ന്. ഇത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്നപ്പോഴത്തേക്കും കിടന്ന് ഞങ്ങളെ കളിപ്പിക്കായിരുന്നു. വലിയൊരു മീനാ. തുളഞ്ഞിറങ്ങി അടിച്ചല്ലോ, തുളന്നിറങ്ങി കേട്ടോ. നമുക്ക് കണ്ട മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ വാഹയൊന്നും അല്ല, പക്ഷെ നമ്മുടെ കൂടെ വന്ന നമ്മുടെ അനീച്ചാർ ഇതിനൊക്കെ മീൻ പിടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവൻ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു, കിരിച്ചേട്ടാ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവനുമായിട്ട് വന്നിരിക്കുക മീൻ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ നമ്മൾ അവന് കൊടുത്തുവിടും കേട്ടോ. അപ്പോൾ കിട്ടിയ മീൻ കണ്ടല്ലോ, ഹുക്കായിരിക്കും കണ്ടല്ലോ, നമ്മുടെ സെയിം ഫ്രോ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. അപ്പോൾ ലൈറ്റ് ഷോ ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പരിപാടിയെല്ലാം മൈൻഡപ്പ് ചെയ്യുക. കാരണം ഇവനും വീട്ടിൽ കയറണം, അവന് ക്ലാസ്സൊക്കെ ഉള്ളത്, ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളത്. അപ്പോൾ അവന് നമുക്ക് വീട്ടിൽ കയറണം. പിന്നെ ഞങ്ങൾ കുറേ ആയിട്ട് ഇപ്പം കളിപ്പിച്ചല്ലടാ, കുറേ ആയിട്ട് കളിപ്പിച്ചത്. മീനെ കണ്ടല്ലോ, നല്ല കിലക്കം വാഹയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് കുറേ പേര് ആൾക്കാർ ചോദിച്ചായിരുന്നു, സ്ഥിരം വാഹ പിടുത്തം മാത്രമേ ഉള്ളൂ ചേട്ടാ, വേറെ ഒന്നുമില്ല, ചെറിയ മീൻ പിടുത്തമൊന്നുമില്ല. നമ്മളിവിടെ കിട്ടുന്ന വാഹയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വാഹ പിടിക്കുന്നത്. അപ്പം കിട്ടുന്നതല്ല നമുക്ക് മീൻ. ഇപ്പം ഫിഷിങ്ങിൻ്റെ ചാനലിനകത്ത് കൊണ്ടിട്ട് നമുക്ക് വേറെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ കിട്ടുന്ന മീൻ നമ്മൾ കൂടുതലും നമ്മൾ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ കിട്ടുമ്പം ശനി ഞായറാഴ്ച പിന്നെ ജോലി ഇല്ലാത്തപ്പോഴൊക്കെ നമ്മൾ മാക്സിമം ഇറങ്ങും കേട്ടോ. ഇതിനൊക്കെ മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വിഷലിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പം കണ്ടല്ലോ മീനിൻ്റെ പ്രത്യേകത, ഇത് മണൽവാഹയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇവൻ്റെ ഹുക്കായിരിക്കുന്നുണ്ടല്ലോ, ഒന്ന് കാണിച്ചാ നമ്മുടെ സെയിം ഫ്രോ തന്നെ കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് മീൻ പിടിച്ചതിന് കയ്യും കണക്കൊന്നുമില്ല. നമ്മൾ ഈ ഫ്രോവിനകത്ത് പിടിച്ചതിന് കണ്ടല്ലോ, ഒറ്റ ഹുക്ക കയറിയിട്ടുള്ളൂ, നല്ല അന്യ ഹുക്കാണ്. ഇതിൻ്റെ വാ കണ്ടല്ലോ, ഇതിൻ്റെ തലയുടെ അത്രയും തന്നെ വലിപ്പമുണ്ട് വാ. ഓക്കെ, അപ്പോൾ മച്ചാൻ നമ്മൾ കണ്ട പരിപാടിയെല്ലാം നിർത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, വെട്ടം നല്ലതായിട്ട് ഷോ ആയി. നമ്മൾ 4:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവനുമായിട്ട് വന്നിട്ട് ലൈവായിട്ടൊന്ന് പിടിച്ച് കാണിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇവനൊന്നും മീൻ പിടിക്കുന്നത് കണ്ടിട്ടില്ല, ഇത് കണക്ക് വന്ന് അടിക്കുന്നതൊന്നും കണ്ടിട്ടില്ല, സ്ട്രൈക്കൊന്നും ലൈവായിട്ട്. അപ്പോൾ ഇന്ന് കിട്ടുന്ന മീൻ നമ്മൾ ഇവന് കൊടുത്തു വിടുക കേട്ടോ. ഞാൻ ആളെ ഒന്ന് കാണിച്ചു തരാം വെട്ടത്തിൻ്റെ ഇതായിട്ട്. അതിലെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അവൻ പേടിച്ചിരിക്കും കേട്ടോ, മീൻ അടിക്കുന്ന ഭാഷന് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഹുക്ക് മാറ്റിയിട്ടിട്ട് ഇവനങ്ങ് മാറ്റിയിട്ടേ കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ പോരായ്മ കാരണം നമ്മൾ പരിപാടി നിർത്തുക. ഇനി ഒരു അടുത്തൊരു വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരും ഗുഡ് ബൈ. ഇനി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.